ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അൽ ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം, എല്ലാവരും ഉപകാരപ്പെടുത്തുക. ഒരു ചോദ്യ പേപ്പർ കൂടി ഉണ്ട്, നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അതും കൂടി ചെയ്യണം. അപ്പം നേരത്തെ ഇട്ടതുപോലെ ഏകദേശം ഒരേ ചോദ്യങ്ങൾ തന്നെയാണോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പം നമുക്ക് സമയത്തിനനുസരിച്ച് ഓരോ ചോദ്യപേപ്പറുകളും ചെയ്യണം. താരീഖും ഒക്കെ ചെയ്യാനുണ്ട്. സമയം പരിമിതമാണ്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയവും പരിമിതമാണ്. അപ്പം എല്ലാവരും മാക്സിമം ഉപകാരപ്പെടുത്തുക. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് പരീക്ഷയ്ക്ക് 9ാമത്തെ ചാപ്റ്റർ മുതലാണ് പാഠഭാഗങ്ങളുള്ളത്. ബാക്കി പാഠങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം, 9 മുതലുള്ള. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണ്? ശരി ഉത്തരം അടയാളപ്പെടുത്താനാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരമാണ് ഹജ്ജ്. ഞങ്ങൾ 11ാമത്തെ ചാപ്റ്റർ അഫ്ളലുൽ ജിഹാദ് എന്ന പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കാനുള്ളൊരു പാഠമാണ്. ഹജ്ജിൻ്റെ ഫർളുകൾ 6, ഹജ്ജിൻ്റെ വാജിബാത്തുകൾ 5, ഉംറയ്ക്ക് 5 ഫർളുകൾ, ഇഹ്റാം ചെയ്ത നിഷിദ്ധമായ കാര്യങ്ങൾ, അതൊക്കെ വേറെ പ്രത്യേകമായിട്ട് പഠിക്കുക. 5 വരി കുറയാതെ എഴുതാം. ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഉംറയുടെ രൂപം, ഹജ്ജിൻ്റെ ഫർളുകൾ, ഹജ്ജിൻ്റെ വാജിബാത്തുകൾ, ഹജ്ജിന് ഇഹ്റാം ചെയ്തവന് നിഷിദ്ധമായ കാര്യങ്ങൾ, അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക ആ 11ാമത്തെ പാഠഭാഗത്തു നിന്ന്. അടുത്ത ചോദ്യം എന്താണ്? സക്കാത്ത് വിതരണത്തിൻ്റെ ഷർത്തുകൾ. സക്കാത്ത് വിതരണത്തിൻ്റെ ഷർത്തുകൾ 2ആണ്. സക്കാത്ത് വിതരണത്തിൻ്റെ ഷർത്തുകൾ 2ആണ്. ഏതൊക്കെയായിരുന്നു? 1 നിയ്യത്ത്, 2 അവകാശികൾക്ക് നൽകുക, സക്കാത്തിൻ്റെ അവകാശികൾക്ക് നൽകുക. അങ്ങനെ 2 ഷർത്തുകളാണ് സക്കാത്തിനുള്ളത്. അടുത്ത 3ാമത്തെ ചോദ്യം എന്താണ്? സക്കാത്ത് നിർബന്ധമുള്ള പഴം. സക്കാത്ത് നിർബന്ധമുള്ള പഴം ഏതാണ്? ഇവിടെ ആപ്പിള്, ഓറഞ്ച്, മുന്തിരി. അപ്പോൾ ഈത്തപ്പഴം, മുന്തിരി, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പാഠത്ത് പഠിച്ചത്. അപ്പോൾ ഇവിടെ മുന്തിരിയാണ് സക്കാത്ത് നിർബന്ധമുള്ള പഴം. മനസ്സിലാക്കി എഴുതാം. അടുത്തത് വെള്ളത്തിൽ മുങ്ങൽ നോമ്പുകാരന് കറാഹത്താണ്. നോമ്പുകാരന് കറാഹത്തുള്ള കാര്യങ്ങൾ നമ്മൾ നോമ്പിനെ കുറിച്ച് പറഞ്ഞ പാഠത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞിരുന്നു? ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുക, ആവശ്യമില്ലാതെ ഭക്ഷണം രുചിച്ചു നോക്കുക, സുഗന്ധം ശ്വസിക്കുക, പുരട്ടുകയും ചെയ്യുക, വെള്ളത്തിൽ മുങ്ങൽ, വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റി പിഴിയുമ്പോഴും അമിതമാക്കുക തുടങ്ങിയവ നോമ്പിൻ്റെ കറാഹത്തുകളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തതെന്താണ്? രോഗിയെ സന്ദർശിക്കുന്നവന് വേണ്ടി പാപമോചനം തേടും. 70,000 മലക്കുകൾ പാപമോചനം തേടുന്നതാണ്. അപ്പോൾ ഇവിടെ 70,000 ഏതാണെന്ന് മനസ്സിലാക്കണം. 70ഉം 1000ഉം. അപ്പോൾ ഇതാണ് ഇതിവിടെ ശരി. 700, 7000. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. ഏതെങ്കിലും പോയിട്ട് എടുത്ത് എഴുതരുത്. 70,000 ഇതാണ് ശരി. അടുത്തത് എന്താണ്? ഉൽഹിയത്തിൽ അറക്കുന്ന ഒട്ടകത്തിൻ്റെ വയസ്സ്. ഉൽഹിയത്തിൽ അറക്കുന്ന ഒട്ടകത്തിൻ്റെ വയസ്സ് 5ആണ്. 5 വയസ്സുള്ള ഒട്ടകത്തെയാണ് ഉലുഹിയത്തിന് അറുക്കേണ്ടത്. 1 വയസ്സുള്ള നെയ്യാട്, 2 വയസ്സുള്ള കോലാട്, 2 വയസ്സുള്ള മാട്, 5 വയസ്സുള്ള ഒട്ടകം എന്നിവയാണ് ഉലുഹിയത്തിന് പറ്റുന്ന മൃഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയുള്ള ഇതായിരിക്കണം മൃഗം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൃഗം ഉലുഹിയത്തിന് യോഗ്യമല്ല ഏതൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കാനാണ്. എന്താണ്? വെട്ടുകിളിയെ ഭക്ഷിക്കൽ എന്താണ്? ജായിസാണ്. ജായിസ്. അപ്പം അതിൻ്റെ ദാല് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ബറാഅത്ത് സൂറത്ത് ഇടക്കു വെച്ചോതുമ്പോൾ ബിസ്മി ചൊല്ലൽ കറാഹത്താണ്. തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമും ഇടക്ക് വെച്ച് തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലൽ കറാഹത്തുമാണ്. നമ്മൾ പറഞ്ഞതാണ്, മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ അവസാനത്തെ പാഠത്തിൽ 16ാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്.
അടുത്തത് എന്താണ്? ഇഹ്റാം ചെയ്തവന് നിക്കാഹ് ചെയ്യുക. ഇഹ്റാം ചെയ്തവന് നിക്കാഹ് ചെയ്യൽ എന്താണ്? ഹറാമാണ്. ഹറാം. അവിടെ അതിൻ്റെ അലിഫ് എന്ന് എഴുതാം. അടുത്തതാ സലാം പറയുമ്പോൾ മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. സുന്നത്ത്. അതിൻ്റെ നമുക്ക് അവിടേക്ക് എഴുതാം. റമളാനിൽ നോമ്പ് നോൽക്കൽ എന്താണ്? വാജിബാണ്, നിർബന്ധമാണ്. അപ്പം അതിൻ്റെ ജീം നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന. 16ാമത്തെ പാഠത്തിൽ കുറച്ച് ദുആകളും ദിക്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിവിധ സമയങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും. അപ്പോൾ അതിൽ ശ്രേഷ്ഠമായ കുറച്ച് ദുആകൾ പറഞ്ഞതിൽ രണ്ടാമത്തെ ദുആ തന്നെ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഖുറത അയ്നിൻ അതാണ് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലാക്കുക. അടുത്തതാ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ഡാഷ് വ ഇലൈഹിൻ നുശൂർ. അവിടെ വന്ന ദിക്ർ എപ്പോഴാണ്? ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, ഉണരുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹിൻ നുശൂർ. അടുത്തതാ തെറ്റു ചെയ്യുന്നവരോട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ആജ്ഞാപിക്കൽ ഡാഷാണ്. എന്താണ്? ഫർള് കിഫായയാണ്. ചിലർ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമായ കാര്യമാണ് ഫർള് കിഫായ. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ഉളിഹിയത്തിന് പറ്റുന്ന മാടിന് 2 വയസ്സുണ്ടാവണം. 2 വയസ്സ്. മാട് എന്ന് പറഞ്ഞാൽ പോത്ത്, കാള, എരുമ പോലുള്ളതിനാണ് മാട് എന്ന് പറയുന്നത്. ആട് മാട് അങ്ങനെ പറയുന്നത് മനസ്സിലാക്കുക. അടുത്തതാ കടം കൊടുത്താൽ ആ സംഖ്യയുടെ പകുതി ഡാഷിൻ്റെ പ്രതിഫലം ലഭിക്കും. എന്തിൻ്റെ പ്രതിഫലമാണ്? സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും. കടം കൊടുത്താൽ ആ സംഖ്യയുടെ പകുതി സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും. മനസ്സിലാക്കുക. അടുത്തത് ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ തല മറക്കൽ ഹറാമാണ്. ആർക്കാണ്? പുരുഷന്മാർക്ക് തല മറക്കൽ ഹറാമാണ്. അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഭക്ഷണ സാധനങ്ങൾ പൂഴ്ത്തി വെക്കുന്നതിൻ്റെ വിധി ഹറാമാണ്. അപ്പോൾ അതുപോലെ വിധി എഴുതുന്നത് നോമ്പിൻ്റെ പാഠത്തിൽ 10ാമത്തെ ചാപ്റ്റർ അതിൽ പറയുന്നുണ്ട്. നോമ്പ് നിർബന്ധമുള്ള, നോമ്പ് ഹറാമാണ്, നോമ്പ് ഉപേക്ഷിക്കാം, നോമ്പ് നിർബന്ധമാണ്, ആർക്കൊക്കെ നോമ്പ് ഹറാമാണ്. അതുപോലെ നോമ്പിൻ്റെ ഫർള്, നോമ്പിൻ്റെ സുന്നത്ത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതൊക്കെ മാച്ച് ചെയ്യാൻ വരുന്നതും വൺ വേർഡ് ആക്കി എഴുതുന്നതൊക്കെ ഉണ്ട്. അതുപോലൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് പെൺകുട്ടിക്ക് എത്ര ആടാണ് അക്കീക്ക അറക്കേണ്ടത്? പെൺകുട്ടിക്ക് 1 ആടിനെയാണ് അക്കീക്ക അറക്കേണ്ടത്. ആണിന് 2 ആടും പെണ്ണിന് 1 ആടും. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? പ്രതിഫലം നൽകി വാങ്ങുന്ന തൊലാക്കിന് ഹൊൽ എന്നാണ് പറയുക. അതുപോലെ ചിലവ് കൊടുക്കാൻ കഴിയാത്ത വിധം പാപ്പരായ ഭർത്താവിനെ ഭാര്യക്ക് ഫസ് ചെയ്യാവുന്നതാണ്. ഹുൽ പോലെ തന്നെ തലാക്ക് ചൊല്ലുന്നതാണ് എന്ത്? ഫസ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഹുൽഉം ഫസ്ഉം എന്താണെന്ന് നന്നായി മനസ്സിലാക്കുക. നിങ്ങളെ 14ാമത്തെ പാഠത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പഠിക്കുക. അടുത്തത് ഹാജിമാർ അയ്യാമു തശ്രീക്കിൻ്റെ രാവുകളിൽ രാപ്പാർക്കണം. എവിടെയാണ് രാപ്പാർക്കേണ്ടത്? മിനായിൽ. ഹാജിമാർ അയ്യാമു തശ്രീക്കിൻ്റെ രാവുകളിൽ മിനായിൽ രാപ്പാർക്കണം. അടുത്തത് ഹയലുള്ളവൾ നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ വിധി എന്ത്? അതാണ് നേരത്തെ പറഞ്ഞത്. മനസ്സിലാക്കുക. ഹയലുള്ളവൾ നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ വിധി ഹറാമാണ്. മനസ്സിലാക്കുക. അടുത്തതാ സ്വർണത്തിൻ്റെ സക്കാത്ത് നിർബന്ധമാവാൻ ചുരുങ്ങിയത് എത്ര ഗ്രാം വേണം? 85
ഗ്രാം വേണം. സ്വർണത്തിൻ്റെ സക്കാത്ത് നിർബന്ധമാവുന്ന നിസാബ് ചുരുങ്ങിയ അളവ് 85 ഗ്രാമാണ്. അതുപോലെ പൊതുമുതലിന് സക്കാത്തില്ല. സക്കാത്തിൻ്റെ അവകാശികൾ സ്വർണത്തിൻ്റെ എത്ര ശതമാനമാണ് സക്കാത്ത് നൽകേണ്ടത്? ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് എത്രയാണ്? ഒരു സോ. അപ്പോൾ ആ പാഠത്തു നിന്ന് ഫിത്ർ സക്കാത്തിനെ കുറിച്ചിട്ടും സക്കാത്തിനെ കുറിച്ചിട്ടൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കണം. നിങ്ങളെ 9ാമത്തെ പാഠഭാഗമാണ്. നന്നായി മനസ്സിലാക്കുക. വെള്ളി 595 ഗ്രാം. വെള്ളിയുടെ നിസാബ് 595 ഗ്രാമാണ്. സക്കാത്ത് നിർബന്ധമുള്ള പഴങ്ങൾ മുന്തിരി, കാരക്ക. പിന്നെ അത് നനയ്ക്കാൻ ചിലവ് വരുന്നതിന് 5%, ചിലവില്ലാതെ ലഭിക്കുന്നതിന് 10% ഒക്കെയാണ് സക്കാത്ത് നൽകേണ്ടത്. മനസ്സിലാക്കുക. പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. സക്കാത്തിൻ്റെ ഭാഷാർത്ഥം ശുദ്ധീകരണം എന്നാണ്. സക്കാത്തിൻ്റെ ഭാഷാർത്ഥം ശുദ്ധീകരണം എന്നതാണ്. സക്കാത്ത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? വിതരണം ചെയ്താൽ ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല, സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുകയില്ല. സക്കാത്തിൻ്റെ ഗുണങ്ങൾ പറയുന്നുണ്ട്. സക്കാത്ത് നൽകാത്തവർ കഠിനമായ ശിക്ഷയുണ്ട്. അതിനെക്കുറിച്ച് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്തവർക്ക് വേദനയേറിയ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്താണ് ശിക്ഷ? ആ സ്വർണവും വെള്ളിയും അഗ്നിയിൽ ചുട്ടുപഴുപ്പിക്കും. അതുകൊണ്ട് അവരുടെ നെറ്റികളും പാർശ്വവശങ്ങളും മുതുകുകളും പൊള്ളലേൽപ്പിക്കും. നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചതാണ്, നിങ്ങൾ തന്നെ ആസ്വദിച്ചു കൊള്ളുക എന്നവരോട് പറയുക. സക്കാത്ത് 2 വിധമുണ്ട്. സക്കാത്ത് എത്ര വിധമാണ്? 2 വിധം. ശരീരത്തിൻ്റെ സക്കാത്ത്, അതാണ് ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് ശരീരത്തിൻ്റെ സക്കാത്ത്. പിന്നൊന്ന് സമ്പത്തിൻ്റെ സക്കാത്ത്. സമ്പത്തിൻ്റെ സക്കാത്ത് കച്ചവടത്തിനും ഒക്കത്തിനും അത് തന്നെയാണ്, സമ്പത്തിൻ്റെ സക്കാത്താണ്. ആർക്കാണ് നമ്മൾ സക്കാത്ത് നൽകേണ്ടത്? ആരാണ് സക്കാത്ത് നൽകേണ്ടത്? ആർക്കൊക്കെയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്? അതിനൊക്കെ കുറിച്ചിട്ട് പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. നന്നായി മനസ്സിലാക്കി പാഠഭാഗം പഠിക്കുക. അടുത്തത് എന്താണ്? അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? മരണപ്പെട്ട സ്ത്രീയുടെ ഇദ്ദയിൽ നിന്ന് നിഷിദ്ധമായ കാര്യങ്ങൾ. മരണപ്പെട്ട സ്ത്രീയുടെ, അതായത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഇദ്ദയിരിക്കുമ്പോൾ നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. എന്താണ്? സുഗന്ധം പൂശുക, ഭംഗിയുള്ള വസ്ത്രമണിയുക, ആഭരണം ധരിക്കുക, തലയിൽ എണ്ണ തേക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇദ്ദയിൽ നിഷിദ്ധമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ 14ാമത്തെ ചാപ്റ്റർ അതിൽ അവസാനത്തെ പാരഗ്രാഫ് പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? സാന്ത്വന പ്രവർത്തനം എന്നാൽ എന്ത്? സാന്ത്വന പ്രവർത്തനം എന്നാൽ എന്താണ്? നിങ്ങളെ 15ാമത്തെ ചാപ്റ്റർ. തെറ്റ് ചെയ്തവരെ ഉപദേശിക്കലും അതിൽ നിന്ന് മാറി നിൽക്കാൻ ആജ്ഞാപിക്കലും ഫർള് കിഫയാണെന്ന് പറഞ്ഞു. അതുപോലെ പ്രധാനപ്പെട്ട ഫർള് കിഫയായ കാര്യങ്ങൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്നാണ് സാന്ത്വന പ്രവർത്തനങ്ങൾ. നിങ്ങൾക്ക് 10 കാര്യങ്ങൾ പറയുന്നുണ്ട്, ഫർള് കിഫായയായ 10 കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ചോദ്യമായിട്ട് വന്നാൽ എന്താണെന്ന് മനസ്സിലാക്കി എഴുതാൻ കഴിയുന്ന രീതിയിൽ പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കാം. എന്താണ് സാന്ത്വന പ്രവർത്തനം എന്നാണ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാനങ്ങൾ ലഭിക്കാതെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിനാണ് സാന്ത്വന പ്രവർത്തനം എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. പാഠത്തിൽ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് പാഠഭാഗത്തിൽ നന്നായി മനസ്സിലാക്കുക. ഓരോന്നും നന്നായി പ്രത്യേകം തന്നെ പഠിക്കുക. അടുത്തത് എന്താണ്? പലിശ വരുന്ന സാധനങ്ങൾ ഏതെല്ലാം? പലിശ വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്?
നിങ്ങളെ 12ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. എന്താണ്? സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയാണ് പലിശ വരുന്ന വസ്തുക്കൾ. സ്വർണം, വെള്ളി, ഭക്ഷണധാന്യങ്ങൾ എന്നിവയാണ് പലിശ വരുന്ന വസ്തുക്കൾ. എന്നാൽ സ്വർണം വെള്ളിക്ക് പകരമോ അരി ഗോതമ്പിന് പകരമോ വിൽപ്പന നടത്തുമ്പോൾ തുല്യത ഷർത്തില്ല. അപ്പോൾ അവിടെ പലിശ വരുന്ന സാധനങ്ങൾ ഓരോ ഗണത്തിലുള്ളവ പരസ്പരം കൈമാറുമ്പോൾ 3 നിബന്ധനകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അളവിലും തുല്യമാവുക, റൊക്കമാവുക, വേർപിരിയുന്നതിന് മുമ്പ് കൈമാറുക എന്നീ 3 കാര്യങ്ങൾ പരസ്പരം കൈമാറുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. പലിശ വരുന്ന സാധനങ്ങൾ കൈമാറുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. 12ാമത്തെ ചാപ്റ്ററിലാണ് അതിന് പറയുന്നത്. അടുത്തത് എന്താണ്? ഉംറയുടെ ഫർളുകൾ. ഉംറയുടെ ഫർളുകൾ. ഉംറക്ക് 5 ഫർളുകളാണുള്ളത്. ഉംറക്ക് 5 ഫർളുകളാണ്. 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയി, 4 മുടി നീക്കം ചെയ്യൽ, 5 തർത്തീബ് എന്നിവയാണ് ഉംറയുടെ ഫർളുകൾ. വാജിബാത്തുകൾ 2 ഉംറക്ക് വാജിബാത്തുകൾ 2. അപ്പോൾ ഇതുപോലെ ചോദ്യം വന്നാൽ പഠിക്കണം, എഴുതാൻ കഴിയണം. ഇഹ്റാം മീക്കാത്തിൽ വെച്ചാവുക, 2 തവാഫുൽ വദാ. ഇങ്ങനെ 2 വാജിബാത്തുകളുണ്ട്. എന്താണ് ഇഹ്റാം ചെയ്യുമ്പോൾ നിയ്യത്ത് കരുതേണ്ടത്? അല്ലാഹു തആലാക്ക് ഞാൻ ഉംറ ചെയ്യാൻ കരുതി എന്നതാണ് ഇഹ്റാം. നിയ്യത്ത് കരുതലാണ് ഇഹ്റാം. മനസ്സിലാക്കുക. റമളാനിലും ഹജ്ജിൻ്റെ മാസങ്ങളിലും ഉംറ ചെയ്യൽ മുഅക്കദാണ്. മുഅക്കദായ ശ്രേഷ്ഠതയുള്ളതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഏത് സമയത്തും ഉംറ ചെയ്യാം, എന്നാൽ റമളാനിലും ഹജ്ജിൻ്റെ മാസങ്ങളിലും അത് മുഅക്കദാണ്. അടുത്തത് രോഗം കാരണം നോമ്പ് ഉപേക്ഷിച്ചവന് എന്ത് ചെയ്യണം? രോഗം കാരണം നോമ്പ് ഉപേക്ഷിച്ചവൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ 10ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. എടുക്കാൻ പ്രയാസമുള്ളവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം. അവർ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഭക്ഷ്യധാന്യം സാധുക്കൾക്ക് കൊടുക്കണം. ഭക്ഷ്യധാന്യം ഓരോ മുദ്ദ് വീതം ഭക്ഷ്യധാന്യം സാധുക്കൾക്ക് കൊടുക്കണം. മനസ്സിലാക്കുക. അപ്പോൾ ആ പാഠത്തിലെ നോമ്പിൻ്റെ ഫർളുകൾ 2. നിയ്യത്ത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക. പിന്നെ അവിടെ നോമ്പിൻ്റെ സുന്നത്തുകൾ പറയുന്നുണ്ട്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നോമ്പ് കറാഹത്തുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോന്ന് കാണുമ്പോൾ പറയുകയാണ്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന സമയമേത്? ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന സമയം ഏതാണ്? നിങ്ങൾ 11ാമത്തെ ചാപ്റ്റർ അഫ്ളലുൽ ജിഹാദി, ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരമാണ് ഹജ്ജ്. അതിൽ പറയുന്നുണ്ട് ഹജ്ജിൻ്റെ ഫർളുകളിൽ 6 അതിലൊന്ന് ഇഹ്റാം ചെയ്യലാണ്. അല്ലാഹു തആലാക്ക് ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതി എന്നതാണ് ഇഹ്റാം. ഷവ്വാൽ ആദ്യം മുതൽ ദുൽഹിജ്ജ 10ന്റെ ഫജ്ർ വരെയാണ് അതിൻ്റെ സമയം. ഷവ്വാൽ ആദ്യം മുതൽ ദുൽഹിജ്ജ 10ന്റെ ഫജ്ർ വരെയാണ് അതിൻ്റെ സമയം. അപ്പോൾ അതാണ് എഴുതേണ്ടത്. ഷവ്വാൽ ആദ്യം മുതൽ ദുൽഹിജ്ജ 10ന്റെ ഫജ്ർ വരെയാണ് ഇഹ്റാം ചെയ്യുന്നതിൻ്റെ സമയം, ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ സമയം. മനസ്സിലാക്കാം. അടുത്തത് നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ട ദിക്ർ ഏത്? നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? അപ്പോൾ നിങ്ങൾക്ക് 10ാമത്തെ ചാപ്റ്റർ നോമ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അതിൽ പറയുന്നുണ്ട് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു ദബഹൽ ലമഉ വബ്തലത്തിൽ ഉറൂഖു വസബത്തിൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്നാണ് നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ട ദിക്ർ. മനസ്സിലാക്കുക. അടുത്തതാ, അപ്പം നോമ്പിനെ കുറിച്ചുള്ള പാഠത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇട്ട് പഠിക്കാൻ. നന്നായിട്ട് പഠിക്കുക, പാഠഭാഗം നന്നായിട്ട് പഠിക്കുക. 5 വരി കുറയാൻ എഴുതാൻ വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്താണ്
നോമ്പിൻ്റെ സുന്നത്തുകൾ. റമദാൻ നോമ്പ് കളാ ആയാൽ ഗർഭിണികളും മുലയൂട്ടുന്ന ഉമ്മമാരുടെയും നോമ്പ്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഉണ്ട് പഠിക്കാൻ, മനസ്സിലാക്കി പഠിക്കാം. പിന്നെ ഇവിടെ 5 വരി കുറയാതെ എഴുതാൻ ഇവിടെ വന്നത് ഉളുഹിയ്യത്താണ്. ഒന്ന് ഉളുഹിയ്യത്താണ്. പിന്നെ അടുത്തത് സക്കാത്തുൽ ഫിത്റാണ്. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ട് അതിൻ്റെ പാഠത്തിൽ നിന്ന് നന്നായി മനസ്സിലാക്കുക. ഉളുഹിയ്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ അവിടുത്തെ പാഠത്തിൽ തന്നെ പറയാം, ഉളുഹിയ്യത്ത് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, കഴിവുള്ള എല്ലാ മുക്കല്ലിഫിനും മോക്കതായ സുന്നത്താണിത്. നേർച്ചയാക്കിയാൽ ഇത് നിർബന്ധമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ബലി പെരുന്നാൾ ദിനത്തിൽ ഉളുഹിയ്യത്ത് അറിവിനേക്കാൾ പ്രതിഫലാർഹമായ മറ്റൊരു പ്രത്യേക കർമ്മവും മനുഷ്യന് ചെയ്യാനില്ല. അപ്പോൾ ഉളുഹിയ്യത്ത് അറുക്കേണ്ടത് എന്തിനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു പാരഗ്രാഫ്. 1 വയസ്സുള്ള നെയ്യാട്, 2 വയസ്സുള്ള കോലാട്, 2 വയസ്സുള്ള മാട്, 5 വയസ്സുള്ള ഒട്ടകം എന്നിവയാണ് ഉളുഹിയ്യത്തിന് പറ്റുന്ന മൃഗങ്ങൾ. ബലിമൃഗത്തിൻ്റെ മാംസത്തെ കുറവ് വരുത്തുന്ന ന്യൂനതകൾ ഉണ്ടാവാൻ പാടില്ല. ചെവി, അകിട്, നാവ് പോലുള്ളവ മുറിച്ചു മാറ്റിയത് ഉളുഹിയ്യത്തിന് പറ്റില്ല. ഉളുഹിയ്യത്തിന് പറ്റാത്ത മൃഗം ഏത്? ചോദ്യമൊക്കെ അതിൽ നിന്ന് പഠിക്കണം കേട്ടോ. ഭ്രാന്ത്, മന്ത്, അന്ധത, തീവ്രരോഗം, ചൊറി എന്നിവയുള്ളതും പല്ലുകൾ മുഴുവനും കൊഴിഞ്ഞതും ഗർഭമുള്ള മൃഗവും ഉളുഹിയ്യത്തിന് യോഗ്യമല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഉളുഹിയ്യത്തിൻ്റെ സമയം പറയുന്നത് ദുൽഹിജ്ജ 10 സൂര്യനുദിച്ച ശേഷം 2 റക്അത്ത് നിസ്കാരത്തിനും 2 ഖുതുബക്കും ആവശ്യമായ സമയം കഴിഞ്ഞത് മുതൽ അയ്യാമുത്ത് തശ്രീഖിൻ്റെ അവസാനം വരെയാണ് ഉളുഹിയ്യത്തിൻ്റെ സമയം. അവ നടത്തുന്ന സമയത്ത് ഉളുഹിയ്യത്തിന് വേണ്ടി നിർണയിക്കുമ്പോഴോ നിയ്യത്ത് ചെയ്യണം. സുന്നത്തായ ഉളുഹിയ്യത്തിന് ഞാൻ കരുതി എന്നാണ് നിയ്യത്ത്. ഉളുഹിയ്യത്ത് അറിവ് നടത്താനും നിയ്യത്ത് ചെയ്യാനും മുസ്ലിമായ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഉളുഹിയ്യത്തിനെ കുറിച്ചിട്ട് അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. 5 വരി കുറയാതെ ഉളുഹിയ്യത്തിനെ കുറിച്ചിട്ട് എഴുതാൻ കഴിയണം. അടുത്ത സക്കാത്തുൽ ഫിത്ർ. ശരീരത്തിൻ്റെ സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. റമദാൻ അവസാനത്തെ ദിവസം സൂര്യാസ്തമയത്തോടെ ഇത് നിർബന്ധമാകും. അനുയോജ്യമായ വീട്, ആവശ്യമായ പരിചാരകർ, കടമുണ്ടെങ്കിൽ വീട്ടാനാവശ്യമായ ധനം, പെരുന്നാളിൻ്റെ രാപ്പകലുകളിൽ തനിക്കും താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ളവർക്കും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം എന്നിവക്കാവശ്യമായതിലധികം ധനമുള്ളവർ തൻ്റെയും ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് നൽകണം. നാട്ടിലെ മുഖ്യ ആഹാരമാണ് നൽകേണ്ടത്. ഒരാൾക്ക് വേണ്ടി 1 സ്വാവ് വീതം നൽകണം. പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് നൽകലാണ് ഏറെ ഉത്തമം. പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിക്കൽ കറാഹത്താണ്. മനസ്സിലാക്കുക, കറാഹത്താണ്. അവകാശികളെ പ്രതീക്ഷിച്ച് നിസ്കാരം കഴിയുന്നതുവരെ താമസിപ്പിക്കുന്നത് കറാഹത്തില്ല. പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിന്തിക്കൽ ഹറാമാണ്. ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. സക്കാത്ത്, ഇത്രയും കാര്യങ്ങൾ ഫിത്ർ സക്കാത്തിനെ കുറിച്ചിട്ടും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. എത്രയാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്? നമുക്കൊരു ചോദ്യപേപ്പറും കൂടി നോക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അടുത്ത ചോദ്യപേപ്പറുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.